ഹായ് ഫ്രണ്ട്സ്, ഇത്തവണത്തെ യാത്ര എന്ന് പറയുന്നത് മൈസൂരിലേക്കാണ്, ദ ഹെറിറ്റേജ് സിറ്റി ഓഫ് ഇന്ത്യ. നമ്മൾ രാവിലെ ഒരു 6 മണിയായപ്പോഴാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ കുട്ടീസൊക്കെ ആ സമയത്ത് തന്നെ എഴുന്നേറ്റു. ഷൈജു ആൻഡ് ഫാമിലി ആയിട്ടാണ് നമ്മൾ ഇത്തവണ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ രണ്ടുപേരും നല്ല ആക്റ്റീവാണ് രാവിലെ തന്നെ. തൃശ്ശൂരൊക്കെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളും ലേഡീസും ഉറക്കമായി. അപ്പോൾ ഷൈജു ആണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു 7:30 ആയപ്പോഴത്തേനും കുതിരാനെത്തിയിട്ടുണ്ടായിരുന്നു. ഈ താജ്മഹലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കുതിരാനിൽ നിന്നും നമ്മൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, നമ്മൾ വെളിച്ചത്തിലേക്ക് ഇറങ്ങുന്ന ആ ഒരു വ്യൂ, നല്ല അടിപൊളി വ്യൂ ആണത്. പിന്നെ സ്ഥിരം പാലക്കാടിൻ്റെ മനോഹരമായ കാഴ്ചകളും. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 9 മണിയോടുകൂടി തമിഴ്നാട്ടിലേക്കൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റഷായിരുന്നു. നമ്മൾ പോകുന്നത് കോയമ്പത്തൂർ സത്യമംഗലം വഴിയാണ്. പോകുന്ന വഴിയിൽ സത്യമംഗലം ആ ഒരു ഏരിയയ്ക്ക് എത്തുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് കൃഷികൾ, വാഴക്കൃഷികളും പലതരത്തിലുള്ള കൃഷികളും നമുക്ക് കാണാം. കൂടാതെ തന്നെ ഒരു കൈൻഡ് ഓഫ് ഭയങ്കരമായിട്ടുള്ള ഒരു വില്ലേജ് ഒരു ഫീല് നമുക്ക് കിട്ടും. അപ്പോൾ ആ മൈസൂരി നമുക്ക് 146 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ആ വില്ലേജിൻ്റെ മനോഹാരിതയിലൂടെയുള്ള ആ ഡ്രൈവ് എന്ന് പറയുന്നത് അത് അടിപൊളി ഒരു സംഭവം തന്നെ കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് ഭവാനി സാഗർ ഡാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരുപാട് അടുത്തടുത്ത്, അതായത് ചെറിയ ടൈപ്പ് ഓഫ് വീടുകൾ നിറഞ്ഞൊരു വില്ലേജാണിത്. അങ്ങനെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ സത്യമംഗലം ടൈഗർ റിസർവിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആകെ ടോട്ടൽ ഉള്ളത് 27 ഹെയർ പിന്നുകളാണ്. പോകുന്ന വഴിയെല്ലാം വളരെ മനോഹരമായ കുറെ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കുന്നവർക്കൊക്കെ ഇത് വളരെ നല്ലൊരു ട്രിപ്പായിരിക്കും ആക്ച്വലി. പിന്നെ ഒരുപാട് മറ്റു നല്ല കാഴ്ചകൾ നമുക്ക് ഈ വഴിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ആകാം നമ്മൾ ഒരുപാട് വന്യമൃഗങ്ങളെയൊന്നും കണ്ടില്ല. പിന്നെ ഈ റൂട്ടിലെ സ്ഥിരം കാഴ്ചയായ കുറച്ച് മാനുകളെ മാത്രം കാണാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കർണാടക ബോർഡർ എത്തിയിരിക്കുകയാണ്. ഫോറസ്റ്റ് ഒക്കെ ആക്ച്വലി ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. പിന്നെ നമ്മൾ ഫോറസ്റ്റിൻ്റെ എൻഡ് ആയപ്പോൾ കുറച്ച് വീടുകളും കാര്യങ്ങളും ഉള്ളിടത്ത് നിർത്തിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ പറയണ്ടല്ലോ, കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ആക്ച്വലി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം മൈസൂരിലേക്ക് എത്തി. കർണാടകയുടെ KSRTC കാണാം. ഏകദേശം 4:00 കൂടിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ NH-നോട് ചേർന്ന് തന്നെയുള്ളൊരു സ്റ്റേ ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു രാത്രി സമയത്തൊക്കെ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. അന്ന് ദിവസം നമ്മൾ ആദ്യം തന്നെ പോയത് മൈസൂർ പാലസിൻ്റെ നൈറ്റ് വ്യൂ കാണാനായിട്ടായിരുന്നു. അങ്ങനെ പാലസിൻ്റെ ഒരുപാട് സൈഡിൽ നിന്നുള്ള വ്യൂവും ഫ്രണ്ടിലും ബാക്കിലും എന്നുള്ള വ്യൂ ഒക്കെ നമ്മൾ അന്ന് കണ്ടു. കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാത്രി ഭക്ഷണം നമ്മൾ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും നല്ല പണിയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നേരെ ഭക്ഷണം കഴിഞ്ഞ് കുട്ടികളുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം, അതായത് മൈസൂരിലെ ഫസ്റ്റ് ഡേ, നമ്മൾ ആദ്യം പോകുന്നത് മൈസൂർ പാലസ് കാണാനായിട്ടാണ്. അപ്പോൾ കുട്ടീസൊക്കെ ഓണാണ്.
അങ്ങനെ നമ്മൾ പാലസിൻ്റെ കവാടത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ പാലസിലേക്ക് കയറുകയാണ്. അപ്പോൾ ചെരുപ്പ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ട്. മനോഹരം എന്നല്ല, വളരെ മനോഹരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇതിൻ്റെ. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്ത് ഒത്തിരി മെഷീൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ പോലും ഇത് വളരെയധികം മനോഹരമായിട്ട് ഇത് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ നമുക്ക് വളരെ അത്ഭുതം തോന്നും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ രാജാക്കന്മാർ ഗുസ്തി അതുപോലുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. മൈസൂർ രാജാവിൻ്റെ കീഴിലുള്ള ഒരു ഗ്രാമത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ 2 ആനകളെ രാജാവ് നേരിട്ട് പോയി കൊന്ന് അതിൻ്റെ തലതാ കൊട്ടാരത്തിൽ വെച്ചിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടാവും. ഇതാണത്. പഴയകാലത്തെ പരിമിതികളെല്ലാം മറികടന്ന് ഇത്രയും മനോഹരമായൊരു നിർമ്മിതി നമുക്ക് നൽകിയതിന് ആ ശില്പികൾക്കൊരു നന്ദി. കൊട്ടാരത്തിലെ ഈ തലമുറ ഇപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. അതിനുശേഷം നമ്മൾ പോയത് സൂവിലേക്കാണ്. ഔദ്യോഗികമായി പറയുകയാണെങ്കിൽ ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറയാം. ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴയതും എന്നാൽ പ്രമുഖവുമായ ഒരു മൃഗശാലയാണ്. 157 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മൃഗശാലയിൽ ഒരുപാട് വന്യമൃഗങ്ങളും പക്ഷികളെയും നമുക്ക് കാണാൻ കഴിയും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രവേശന സമയം. നിങ്ങളിവിടെ പോകാനൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ രാവിലെ തന്നെ പോകുന്നതായിരിക്കും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തായിരിക്കും മൃഗങ്ങൾ കൂടുതൽ ആക്റ്റീവായിട്ടുണ്ടായിരിക്കുക. പിന്നെ ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്നത് എളുപ്പമാണോ എന്ന് ചോദിക്കുന്നവരോട്, ഐഷു ബേബി സൂവിൽ കയറി ഒരു 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങിയതാണ്. ടോട്ടൽ ഒരു 2.8 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ആളെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെയാണ്, അതായത് എല്ലാവരും മാറി മാറി എടുത്തുകൊണ്ടാണ് നമ്മൾ ആ സൂ മുഴുവൻ നടന്നത്. അപ്പോൾ അവസാനമൊക്കെ ആയപ്പോഴത്തേനും ഐഷു ബേബി എഴുന്നേറ്റു. ഇപ്പോൾ ആൾ ഫുൾ ഓണാണ്. ഇതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിച്ചു. വൈകുന്നേരം ഇപ്പോൾ ഹരിയും ഫാമിലിയും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത്. അങ്ങനെ അന്ന് രാത്രിയും നമ്മൾ തന്നെ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ തമാശകളും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു. മൈസൂരിലെ 2ാമത്തെ ദിവസം നമ്മൾ ആദ്യം പോയത് അക്വാ വേൾഡിലേക്കാണ്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു പ്ലേസ് ആണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന രീതിയിലുള്ള ഒരുപാട് മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള പല രീതിയിലുള്ള മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കോഴിക്കാർപ്പിന് വേണ്ടി മാത്രമായിട്ട് വലിയൊരു ഏരിയ ഉണ്ട്. നമുക്ക് അവരെ ഫീഡ് ചെയ്യാനും പറ്റും. പിന്നെ ഈ ടണല്, ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ കിടക്കുന്ന യമണ്ടൻ അരാപ്പയ്മയാണ്. അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അടുത്തതായി നമ്മൾ പോകുന്നത് പയന കാർ മ്യൂസിയത്തിലേക്കാണ്. പയന എന്നാൽ കർണാടകയിൽ യാത്ര എന്നാണ് അർത്ഥം.
കാറുകളുടെ പഴയ കാലത്തേക്ക് നമ്മളെ ഒരു യാത്രയിലൂടെ കൊണ്ടുപോകുന്നു എന്ന അർത്ഥത്തിലാണ് ഈ പേര് നൽകിയതെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് വിൻറ്റേജ് ടൈപ്പ് ഓഫ് കാറുകൾ, അതായത് രാജാക്കന്മാർ ഉപയോഗിച്ച കാറുകൾ മുതൽ പുതിയ മോഡേൺ കാറുകൾ വരെ കാണാൻ സാധിക്കും. എല്ലാ കാറുകളുടെയും തന്നെ അടുത്തായിട്ട് ഒരു ചെറിയ ബോർഡിൽ അതിനെക്കുറിച്ചൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇയർ, അതിനെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനായിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെറിയൊരു ആർട്ട് മ്യൂസിയവും കാണാം. അവിടെ കുറച്ച് പഴയകാല പ്രൊജക്ടേഴ്സ്, പിന്നെ പണ്ടത്തെ ടെലിഫോൺ, അങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്ന കുറേ കോയിൻസ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ സാധിക്കും. വിശപ്പിൻ്റെ വെളിയുമായി നേരെ പയനിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് അടിച്ചു. അടുത്തതായി നമ്മൾ പോയിട്ടുള്ളത് ശ്രീരംഗപട്ടണത്തേക്കാണ്. മൈസൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം ചരിത്രപരമായും സാംസ്കാരികപരമായും പ്രശസ്തി നേടിയൊരു പട്ടണമാണ്. ഇവിടെ നമുക്ക് ടിപ്പു സുൽത്താൻ മരിച്ച സ്ഥലം, ടിപ്പു സുൽത്താൻ്റെ കോട്ട, പിന്നെ മസ്ജിദ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയത് വേൾഡ് ഓഫ് മൈസൂർ പാർക്ക്. മൈസൂർ വരുന്ന ആരും ഇവിടെ കയറാതെ പോകില്ലെന്നാണ് പറയാറ്. ഇവിടെ നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്നത് കാണാം. അതിനൊപ്പം തന്നെ പലതരത്തിലുള്ള പല ഫ്ലേവേഴ്സിലുള്ള മൈസൂർ പാക്കുകളും പലതരത്തിലുള്ള സ്വീറ്റ്സും നമുക്ക് ഇവിടെ വാങ്ങാൻ പറ്റും. അങ്ങനെ അടുത്ത ദിവസം വെളുപ്പിന് ഒരു 6:30 കൂടി മൈസൂരിനോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. തിരിച്ചുള്ള യാത്ര അത് ബന്ദിപ്പൂർ കാട് വഴിയായിരുന്നു. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിച്ചൊരു യാത്രയായിരുന്നു. ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഈ യാത്രയും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസും ഒരുപാട് കാഴ്ചകളും ഒരുപാട് ഓർമ്മകളും നൽകും.